അങ്ങനെ കുരുക്ഷേത്രം യുദ്ധത്തിന് തയ്യാറായി. കൗരവരും പാണ്ഡവരുമാണ് യുദ്ധത്തിന് ഒരുങ്ങിയിരിക്കുന്നത്. ആ കഥയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു കൗരവർക്കാണ് പട കൂടുതൽ, സൈന്യം കൂടുതൽ കൗരവർക്കാണ്, പാണ്ഡവർക്ക് സൈന്യം കുറവാണ്. അത് നിങ്ങൾക്ക് ഞാൻ പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവില്ല. അതുകൊണ്ടാണ് ഞാനത് ഒന്നുകൂടെ വിശദീകരിച്ച് പറയുന്നത്. കൗരവ പക്ഷത്ത് 11 അക്ഷൗഹിണി പടയും പാണ്ഡവ പക്ഷത്ത് 7 അക്ഷൗഹിണി പടയുമാണുള്ളത്. അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും 11ഉം 7ഉം തമ്മിൽ വലിയ വ്യത്യാസമൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ. ഉണ്ടോ? 11ഉം 7ഉം വലിയൊരു 4 എണ്ണത്തിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. പക്ഷേ ഒരു അക്ഷൗഹിണി പടയിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോണത്. അത് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ 4 അക്ഷൗഹിണി പട വരുമ്പോൾ എത്രത്തോളം സൈന്യബലം കൗരവർക്ക് കൂടുതലായിരുന്നു എന്നത്. ഒരു അക്ഷൗഹിണി പടയിൽ 1,09,350 കാലാൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ കാല് എന്ന് വെച്ചാൽ തേര്, കുതിര, ആന ഇതൊന്നുമില്ലാത്ത നടന്ന് യുദ്ധം ചെയ്യുന്ന ആൾക്കാർ കാലാൾ. 1,09,350 എഴുതിയോ? 65,610 കുതിരകൾ. കുതിരയിൽ വരുന്ന സൈന്യം, കുതിരപ്പടയാളികൾ 65,610. 65,610. അടുത്തതായിട്ട് 21,870 തേരാളികൾ, തേരിൽ വന്ന് യുദ്ധം ചെയ്യുന്ന പടയാളികൾ. 21,870. അത്രയും തന്നെ അതേ കണക്കിൽ തന്നെ ആനപ്പുറത്ത് വന്നിട്ട് യുദ്ധം ചെയ്യുന്ന പടയാളികളും ഉണ്ട്. അപ്പം മൊത്തം ഒന്ന് കൂട്ടി നോക്കൂ നിങ്ങൾ, ഒരു അക്ഷൗഹിണി പടയിൽ എത്രത്തോളം ആളുകൾ ഉണ്ടാവുന്നു. അപ്പോൾ 4 അക്ഷൗഹിണി പടയിൽ എത്ര വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കണക്ക് പറഞ്ഞത്. ഈ കണക്ക് ഒരിക്കലും നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അത് എവിടെയും നിങ്ങളോട് ചോദിക്കൂല ഒരു അക്ഷൗഹിണി പടയിൽ എത്ര ആളുണ്ടെന്നോ ഒന്നും ചോദിക്കൂല. പക്ഷെ നിങ്ങൾക്ക് ഞാനിത് ഓരോന്ന് വിവരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും കുറച്ച് ആൾക്കാരുടെ വ്യത്യാസം കൊണ്ട്, ഒരു 4 അക്ഷൗഹിണി പടയുടെ വ്യത്യാസം കൊണ്ട് ഇത്രയും വലിയൊരു ദുരന്തം പാണ്ഡവർ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നുള്ള നിങ്ങളുടെ ഒരു സംശയത്തിനുള്ള മറുപടി ആയിട്ടാണ് ഞാൻ ഈ അക്ഷൗഹിണി പടയുടെ എണ്ണം പറഞ്ഞു തന്നത്. പറഞ്ഞ മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ നേരെ പാഠത്തിലേക്ക് പോവാണ് കേട്ടോ. പാഠത്തിലേക്ക് കടക്കാണ്, ശ്രദ്ധിക്കുക. പാഠത്തിന്റെ പേര് തന്നെ യുദ്ധത്തിന്റെ പരിണാമം. കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം എന്ന മഹാഭാരതത്തെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള യുദ്ധത്തിൻ്റെ പരിണാമം. യുദ്ധം ഒരിക്കലും ഒന്നിനും പരിഹാരമല്ല. നമ്മളെ ചുറ്റും ഇന്ന് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒന്നിനും പരിഹാരമല്ലാത്ത ഒന്നാണ് യുദ്ധം. പക്ഷെ പണ്ടേ യുദ്ധമായിരുന്നു എല്ലാ തർക്കങ്ങളുടെയും തീരുമാനമുണ്ടാവുന്നത് യുദ്ധത്തിലൂടെയായിരുന്നു. പണ്ടേ ഇപ്പോഴും അങ്ങനെ തന്നെ. ഈ സമീപകാലത്ത് നമുക്ക് നിങ്ങളുടെ ചെറുതിൽ തന്നെ, നിങ്ങൾ അത്രത്തോളം യുദ്ധത്തെ പറ്റി കേട്ടില്ല, എന്നാലും നമുക്കിപ്പോൾ തന്നെ അറിയാം. സിറിയൻ യുദ്ധമായാലും ഇസ്രായേൽ, പലസ്തീൻ, അപ്പോൾ പല സ്ഥലങ്ങളിലും യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ പരിണാമം, എല്ലാ യുദ്ധങ്ങൾക്കും ഒരു റിസൾട്ടേ ഉണ്ടാവുള്ളൂ, ഒരു വിധിയേ ഉള്ളൂ. അവിടെ ഒരുപാട് നാശങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ഒരു യുദ്ധത്തിലും ജയിച്ചവൻ ഒരിക്കലും സംതൃപ്തനായിട്ടില്ല. അത് പണ്ടന്നെ ആയാലും ഇപ്പം തന്നെ ആയാലും. അപ്പോൾ ആ യുദ്ധത്തിൻ്റെ പരിണാമം എന്ന് പറഞ്ഞാൽ മാറ്റം. പരിണാമം എന്ന വാക്കിൻ്റെ അർത്ഥം മാറ്റമാണ്. അപ്പോൾ യുദ്ധത്തിൻ്റെ മാറ്റമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. എന്താണ് യുദ്ധത്തിൽ നിന്നും ഉണ്ടായത്, എന്താണ്? മഹാഭാരത യുദ്ധത്തിൻ്റെ തുടക്കം മുതലാണ് ഈ പാഠത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പം എന്നത് മനസ്സിലായില്ലേ? ഇനി ഞാൻ വായിക്കുകയാണ്. വായിക്കുമ്പോൾ
അർത്ഥം പറഞ്ഞു പോകാം, കാരണം നമ്മൾ കഥ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ വെച്ച് നടന്ന ഭാരത യുദ്ധം തുടങ്ങുമ്പോൾ രണ്ടു ചേരിക്കാരും തമ്മിൽ ചെയ്ത കരാർ ഇപ്രകാരമായിരുന്നു. ചേരി, രണ്ടു പക്ഷം, രണ്ടു ഭാഗം. നമ്മളിപ്പോൾ കേട്ടത് ധാരാവി എന്ന ചേരി പ്രദേശം, അത് ഒരു പ്രത്യേക രീതിയിലുള്ള ആളുകളുടെ സമൂഹം കൂടി നിൽക്കുന്ന ആ സ്ഥലത്തിനാണ് ചേരി എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ ഇവിടെ ചേരി എന്ന് പറഞ്ഞാൽ രണ്ടു ഭാഗം, രണ്ടു വിഭാഗം തമ്മിൽ നടന്ന കരാർ ഇപ്രകാരമായിരുന്നു. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഒരുപാട് കരാറുകൾ ഉണ്ടാവും. ആ കരാറുകൾ ഇപ്രകാരമായിരുന്നു. യുദ്ധം നടക്കാത്ത സമയങ്ങളിൽ ഇരു കക്ഷിയും പണ്ടേ പോലെ പരസ്പര പ്രീതിയോടെ വർത്തിക്കണം. പ്രീതി, ഇഷ്ടം. ഇവർ പണ്ടെങ്ങനെയായിരുന്നുവോ ആ ഒരു ഇഷ്ടത്തോടു കൂടെ തന്നെയാവണം ഇവര് പിന്നീടും പ്രവർത്തിക്കേണ്ടത്. എന്ന് വെച്ചാൽ യുദ്ധം സൂര്യൻ, ഞാൻ ആദ്യമേ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, സൂര്യന്റെ വെളിച്ചത്തിൽ മാത്രമേ യുദ്ധം നടക്കുള്ളൂ എന്നുള്ള കരാർ ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു യുദ്ധത്തിന്റെ ആ ഒരു പകൽ സമയത്തൊഴികെ ബാക്കിയുള്ള സമയത്ത് കൗരവ പക്ഷത്തുള്ളവരും പാണ്ഡവ പക്ഷത്തുള്ളവരും പരസ്പര പ്രീതിയോടെ, ഇഷ്ടത്തോടെ, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ വർത്തിക്കണം. വർത്തിക്കുക എന്ന് പറഞ്ഞാൽ കഴിയുക എന്നുള്ള അർത്ഥം. രണ്ടാമത്, യുദ്ധം തുടങ്ങിയാൽ ഗജാശ്വരഥങ്ങളിലിരിക്കുന്നവർ, ഗജം, അശ്വം. ഗജം എന്ന് പറഞ്ഞാൽ ആന, അശ്വം എന്ന് പറഞ്ഞാൽ കുതിര. അപ്പോൾ ആനയെ കെട്ടിയ തേരുണ്ടാവും, ആനപ്പുറത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും, കുതിരയെ പൂട്ടിയ തേരുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ആനപ്പുറത്തിരിക്കുന്നവരോടെ യുദ്ധം ചെയ്യാൻ പാടുള്ളൂ. കാരണം അവർ ഒരേ ഹൈറ്റിലുള്ള ആൾക്കാരോട്, തുല്യരോട് മാത്രമേ യുദ്ധം ചെയ്യാൻ പാടുള്ളൂ. കുതിരപ്പുറത്തിരിക്കുന്ന ആൾക്കാരോട് യുദ്ധം ചെയ്യാൻ പാടുള്ളൂ. ഗജാശ്വരഥങ്ങളിൽ ഇരിക്കുന്നവർ, രഥം തേര്, അതും കുതിരയെ പൂട്ടിയത് തന്നെയാണ്. അപ്പോൾ അതിലിരിക്കുന്നവർ ആ നിലയിലുള്ളവരോടെ എതിരിടാൻ പാടുള്ളൂ. കാലാളോടും എന്ന് വെച്ചാൽ കയ്യിൽ ആയുധം വെച്ചിട്ട് നെൽത്തറയിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവർ അതേ രീതിയിലുള്ള ആൾക്കാരോടെ യുദ്ധം ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ കുതിരപ്പുറത്തുള്ളവന് കാലാളിനെ തോൽപ്പിക്കാൻ എളുപ്പമാണ്, കാരണം അവൻ താഴെ നിൽക്കുകയാണ്, ഉയരത്തിലിരുന്ന് ഇവനെ ഏറ്റുമുട്ടാം. പക്ഷെ അങ്ങനെയുള്ള വിജയം നല്ലതല്ല. അതാണ് പറയുന്നത് കാലാളിനോടേ പറ്റുള്ളൂ. അണിവിട്ടുപോയവനെ കൊല്ലരുത്. അണിവിട്ടുപോകുക എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ചിലപ്പോൾ അവൻ കൂട്ടം തെറ്റിയിട്ട് മാറിപ്പോയിരിക്കാം, ചിലപ്പോൾ എന്തോ ഒരു ബുദ്ധിക്കുറവ് കൊണ്ട് എങ്ങനെയും അവൻ മാറിപ്പോയിരിക്കാം. അണി എന്ന് പറഞ്ഞാൽ കൂട്ടം, കൂട്ടം വിട്ടുപോയവനെ കൊല്ലരുത്. വയോവീര്യോത്സാഹങ്ങൾ 3 കണ്ടീഷൻ പറയുന്നുണ്ട് അവിടെ. വയോ എന്ന് പറഞ്ഞാൽ വയസ്സ്, വീര്യം പവർ, ഉത്സാഹം അവരുടെ ആ ഒരു യുദ്ധം ചെയ്യാനുള്ള ആ ഒരു കഴിവ്, സാമർഥ്യമൊക്കെ ഉണ്ടല്ലോ അത്. ഈ 3 വയസ്സിന് തുല്യനായിരിക്കണം. ഒരു ചെറുപ്പക്കാരൻ പോയിട്ട് പ്രായമുള്ള ആളവരോട് എതിരിടാൻ പാടില്ല. അതേപോലെ തന്നെ നല്ല കരുത്തം പോയിട്ട് ഒരു കരുത്തുമില്ലാതെ ശോഷിച്ച് മാറി നിൽക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ പാടില്ല. ഒരു അലസനോട് പോയിട്ട് ഒരു ഉത്സാഹവീര്യൻ യുദ്ധം ചെയ്യാൻ പാടില്ല. എല്ലാറ്റിനും ഒരേ രീതിയിൽ ചിന്തിക്കുന്നവർ, ഒരേ രീതിയിൽ കഴിവുള്ളവർ മാത്രമേ പരസ്പരം യുദ്ധം ചെയ്യാൻ പാടുള്ളൂ. കിട നിൽക്കുന്നവരോട്, അതും ഇതൊക്കെ സെയിം ആണ്, ഒരേപോലെ തന്നെയാണ്, എന്നാൽ ഞാൻ പോയിട്ട് യുദ്ധം ചെയ്യാം അങ്ങനെ വിചാരിക്കരുത്. അവരോട് പറയണം, ഞാനിതാ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ പോകുന്നു എന്നൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ട് മാത്രമേ യുദ്ധം ചെയ്യാൻ പാടുള്ളൂ, നേർക്കാവൂ. ഓർക്കാതെയും ക്ഷീണിച്ചുമിരിക്കുന്നവരോട് അരുത്. ചിലപ്പോൾ വേറെന്തോ ഒരു ശ്രദ്ധക്കുറവിൽ മറ്റെവിടെയോ നോക്കിയിരിക്കുന്നുണ്ടാവും, യുദ്ധഭൂമിയിലാണെന്നുള്ളൊരു ചിന്ത ഉണ്ടാവില്ല, ചിലപ്പോൾ പെട്ടെന്ന് നമ്മളെ ശ്രദ്ധ മാറിപ്പോവും. അങ്ങനെ ഇരിക്കുന്നവരോടോ ക്ഷീണിച്ചിരിക്കുന്നവരോടോ അവരോടൊന്നും യുദ്ധം ചെയ്യാൻ പാടില്ല. മറ്റൊരാളോട് നേരിടുന്നവനെ എന്ന് വെച്ചാൽ വേറൊരുത്തനുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ കാലാളൊക്കെ ആണെങ്കിൽ പുറകുന്ന് വന്ന് കൊല്ലാം, തൻ്റെ വാളുകൊണ്ട് പുറകുന്ന് വന്ന് കുത്തിയിറക്കാം, അത് പാടില്ല. മറ്റൊരാളോട് യുദ്ധം ചെയ്യുന്നവനെ, പ്രമാദം പറ്റിയവനെ. പ്രമാദം എന്നുള്ള വാക്കിന് നിഘണ്ടുവിലുള്ള അർത്ഥം ഓർമ്മക്കേട് എന്നാണ്. അപ്പോൾ എന്തോ ഒരു മനോവിഷമം കൊണ്ടുണ്ടാവുന്ന ഓർമ്മക്കേടാവാം. അങ്ങനെ പ്രമാദം പറ്റിയവനെ, പിന്തിരിഞ്ഞവനെ, വയ്യ എന്ന് വിചാരിച്ച് തിരിഞ്ഞു നടക്കുന്നവനെ, ആയുധം തീർന്നവന്. ചിലപ്പോൾ ആവനാഴിയിലുള്ള അമ്പ് മുഴുവനായിട്ടും ഇങ്ങനെ എടുത്തിട്ട് എഴുതി തീർന്നിട്ടുണ്ടാവും, പിന്നീട് അവന് യുദ്ധം ചെയ്യാൻ ഒരു വഴിയുമില്ല. അങ്ങനെയുള്ളവന്.
കവചം പോയവനെ, മറ്റൊരാളുടെ അമ്പിനാലോ വില്ലിനാലോ ശൂലത്താലോ ശരത്ത എങ്ങനെയെങ്കിലും കവചം എന്ന് പറഞ്ഞാൽ ഇവർക്ക് സ്വയം സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പടച്ചട്ട ഉണ്ടാവും, അത് തകർന്നു പോയവനെ, കവചം പോയവനെ ഒന്നും ഒരു വിധവും കൊല്ലരുത്. സൂതന്മാർ, സൂതൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ പഠിച്ചു കർണൻ്റെത് പറയുമ്പോൾ, സൂതൻ എന്ന് പറഞ്ഞാൽ തേരാളി, തേര് തെളിക്കുന്നവൻ. സൂതന്മാർ, പിന്നെയോ സൂതന്മാർ, കുതിരകൾ, കുതിരകൾ ഉണ്ടാവും യുദ്ധഭൂമിയിൽ. കുതിര പുറത്താണ് സൈന്യം വരുന്നത്, പക്ഷെ അതിൻ്റെ പുറത്തുള്ള ആൾക്കാരെ കൊല്ലാം, കുതിരകളോട് ഉപദ്രവിക്കരുത്. ആയുധ ചുമട്ടുകാർ, ഈ യുദ്ധഭൂമിയിലേക്ക് ആയുധം കൊണ്ടുവന്ന് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. അവരൊരിക്കലും ഒരു യുദ്ധത്തിന് തയ്യാറായിട്ടല്ല വരുന്നത്. അവരുടെ ജോലി ആയുധം എത്തിക്കുക എന്നത് മാത്രമാണ്. അവരെ കൊല്ലാൻ പാടില്ല. വാദ്യക്കാർ, വാദ്യക്കാർ എന്ന് പറഞ്ഞാൽ ഓരോ യുദ്ധ സമയത്തും ഓരോ വലിയ വലിയ ആൾക്കാർ വീഴുമ്പോൾ, അല്ലെങ്കിൽ ഇത്ര ആൾക്കാർ വീഴുമ്പോൾ ഒരു കമൻട്രി പോലെ ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടാവും. അവർ ചെണ്ട കൊട്ടിയിട്ട് അത് വിളംബരം ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാർ, ഇവരെയൊന്നും ഉപദ്രവിക്കരുത്. ഇതൊക്കെയായിരുന്നു കരാർ. ചുരുക്കത്തിൽ സത്യം പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ കൂടെ ഒരു ചെറിയൊരു ബ്രീഫായിട്ട് പറയാന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കുക. സ്വന്തം മികവ് കൊണ്ട് തന്നെ ജയിക്കാൻ നോക്കണമെന്നർത്ഥം. കുറ്റമറ്റ ധർമ്മയുദ്ധം, അതായിരിക്കണം കുരുക്ഷേത്ര യുദ്ധം. അതായിരുന്നു ആദ്യത്തെ കരാറ്. ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, യുദ്ധം ചെയ്യാൻ പാടുള്ളൂ. ജയിക്കോ? ഒരിക്കലും ഇല്ല. നമുക്ക് നോക്കാം. യുദ്ധത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ഈ കരാറെല്ലാം ഏറെക്കുറെ പാലിക്കപ്പെട്ടു. പിന്നീട് അതുമിതുമായി ലംഘിക്കപ്പെട്ടു തുടങ്ങി. ആദ്യം ഇതൊക്കെ ഒരു കരാറിൻ്റെ പുറത്ത് തുടർന്നു പോയി, കാരണം ഇതാണല്ലോ കരാറ്. പക്ഷെ പിന്നീട് കുറച്ചങ്ങോട്ടെത്തിയപ്പോൾ ഇതൊക്കെ ലംഘിക്കുക എന്ന് വെച്ചാൽ ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ ഇങ്ങനെ അത് വേണ്ടാന്ന് വെച്ച് തുടങ്ങി. പാണ്ഡവപക്ഷം എതിർപക്ഷത്തിലുള്ള മിക്ക മഹാരഥന്മാരെയും വീഴ്ത്തിയത് യുദ്ധധർമ്മത്തിനെതിരായിട്ടാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ എപ്പോഴും പറഞ്ഞു ധർമ്മയുദ്ധമാണ്, അവിടെ ജയിച്ചത് പാണ്ഡവരാണ്, അവർ ധർമ്മയുദ്ധത്തിലൂടെയാണ് ജയിച്ചത്. നമ്മൾ ഇത്രയും കാലം കേട്ട് വന്നത് അതാണ്. പക്ഷെ ഇവിടെ പരാമർശിച്ചത് നോക്കുക. പാണ്ഡവപക്ഷം കൗരവപക്ഷത്തെ മിക്ക മഹാരഥന്മാരെയും, മികച്ച തേരാളികളെ അല്ലെങ്കിൽ മികച്ച യോദ്ധാക്കളെ മുഴുവൻ വീഴ്ത്തിയത് ചതിയിലൂടെയായിരുന്നു. യുദ്ധധർമ്മത്തിനെതിരായിട്ടാണ്. ഒടുക്കം ദുര്യോധനനെയും, ദുര്യോധനൻ വീണതോടുകൂടി എന്ത് സംഭവിച്ചു? കൗരവ പാണ്ഡവ യുദ്ധം അവസാനിച്ചു. ആ ദുര്യോധനനെ കൂടി, അതിനു മുൻപേ ഒരുപാട് മഹാരഥന്മാരെ, ആരൊക്കെ വരും മഹാരഥന്മാരിൽ? ഭീഷ്മർ, ദ്രോണർ, ശല്യർ, കർണൻ തുടങ്ങിയ എല്ലാവരെയും പാണ്ഡവർ കൊല്ലുന്നത് യുദ്ധനീതിക്കെതിരായിട്ടാണ്. ഈ പറഞ്ഞ ഒരു കരാറും അവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. കൗരവപക്ഷത്തു നിന്നും വളരെ കുറച്ച് നീതികേടേ ഉണ്ടായിട്ടുള്ളൂ. അതിൽ പ്രധാനം അഭിമന്യുവിൻ്റെതായിരുന്നു. ഇപ്പോൾ ഇവിടെ പാണ്ഡവർ ഒരുപാട് പേരെ, മഹാരഥന്മാർന്ന് ഉദ്ദേശിച്ചത് ഇവരെയൊക്കെയാണ്, മഹാരഥന്മാരെയും വീഴ്ത്തിയത് യുദ്ധധർമ്മത്തിനെതിരായിട്ടാണ്. ഒടുക്കം ദുര്യോധനനെയും, ഒടുക്കം അവസാനം. അങ്ങനെ വല്ലപാടും വിജയം നേടി. വല്ലപാട് എങ്ങനെയൊക്കെ ഉരുണ്ട് തട്ടി വീഴുക എന്നൊക്കെ പറയില്ലേ. നമ്മൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് 33% മാർക്കാണ് ജയിക്കണമെങ്കിൽ 33 മാർക്ക്, 100ൽ 33 മാർക്ക് കിട്ടിയാൽ നമ്മൾ എന്താ പറയും? കയ്യാലപ്പുറത്തിരുന്ന് തേങ്ങ പോലെ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നുള്ള സംശയത്തിൽ നമ്മൾ ജയിച്ചു പോകുന്നു. അതേപോലെ തന്നെ ഈ വിജയം എങ്ങനെയോ നേടിയ വിജയം എന്ന് വെച്ചാൽ നേരെ പണിയെടുത്തിട്ടല്ല, സത്യസന്ധമായ മാർഗത്തിലൂടെയല്ല. ഒരുപാട് തെറ്റുകൾ പാണ്ഡവർ ചെയ്തിട്ടുണ്ട്. ആ തെറ്റുകൾ ഓരോന്നായിട്ട് നമ്മളിവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ യുദ്ധധർമ്മത്തിനെതിരായിട്ട് ജയിച്ച പാണ്ഡവരുടെ വിജയത്തെ ഇവിടെ ലേഖകൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വല്ലപാടും നേടിയ വിജയം. അവരർഹിക്കുന്നതല്ല, എങ്ങനെയോ ഒരു സംഭവിച്ചത്, അത്രയേ ഉള്ളൂ. വല്ലപാടും വിജയം നേടിയ പാണ്ഡവർ സന്ധ്യയ്ക്ക് ജയഘോഷത്തോടെ കൂടാരങ്ങളിലേക്ക് തിരിച്ചു. ജയഘോഷം ഭയങ്കര ആഹ്ലാദാരവത്തോടെ ആണ് പോയത്. പടക്കളത്തിൽ ദുര്യോധനൻ
തുട ചതഞ്ഞ് വീണ് മേലാകെ മണ്ണു പുരണ്ട് ചുറ്റുപാടും നോക്കിക്കൊണ്ടു കിടക്കുകയാണ്. ദുര്യോധനോട് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, ഹസ്തിനപുരിയില് ദ്രൗപദി അപമാനിക്കപ്പെട്ടപ്പോ ദുര്യോധനനോട് ഭീമൻ പറയുന്നുണ്ട്, ഹസ്തിന രാജസഭയിൽ വെച്ചിട്ട് ഭീമൻ പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്, ദുര്യോധനന്റെ തുടയടിച്ച് ഞാൻ കൊല്ലും. പിന്നീട് ദുശാസനന്റെ കുടൽമാലയിലെ രക്തം കൊണ്ടേ ദ്രൗപദിയുടെ മുടി കെട്ടുള്ളൂ എന്നുള്ളൊരു പ്രതിജ്ഞയും കൂടെ അവിടെ വരുന്നുണ്ട്. കൗരവരിൽ 100 പേരെയും തനിക്ക് തന്നെ വധിക്കണമെന്ന വാശി ഭീമൻ ഉണ്ടായിരുന്നു. അത് അദ്ദേഹം പാലിക്കുകയും ചെയ്തു. അപ്പോൾ ഏറ്റവും ഒടുക്കമാണ് ദുശാസനെയും കൊന്ന് ഏറ്റവും ഒടുക്കമാണ് ആരെ കൊല്ലുന്നത്? ദുര്യോധനെ കൊല്ലുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ആ ഒരു തുടയടിച്ച് കൊല്ലപ്പെടുന്നതിൻ്റെ ആ ഒരു കഥ തന്നെ ഇവിടെ വരുന്നുണ്ട്. കിടക്കുകയാണ്. അപ്പോൾ അയാളെ ഒടുക്കമൊന്നു കാണുവാനായി സഞ്ജയൻ അവിടെ വന്നു. അവസാനമായിട്ട് കാണാൻ സഞ്ജയൻ. ആരാണ് സഞ്ജയൻ? പാണ്ഡവരോട് എന്നും കൂറുള്ള ഒരു ഹസ്തിനപുരിയിലൊരു മന്ത്രി പുങ്കവനായിരുന്നു സഞ്ജയൻ. അപ്പോൾ ധൃതരാഷ്ട്രർക്കൊപ്പമായിരുന്നു എപ്പോഴും സഞ്ജയൻ ഉണ്ടായിരുന്നത്. നമുക്കറിയാം ധൃതരാഷ്ട്രർക്ക് കണ്ണ് കാണൂല. അതുകൊണ്ട് തന്നെ ധൃതരാഷ്ട്രർക്ക് യുദ്ധഭൂമിയിൽ നടക്കുന്നത് എന്താണെന്നറിയാൻ ഒരുപാട് ആകാംക്ഷയുണ്ട്. കാരണം തൻ്റെ 100 മക്കളും ഏകമകളായ ദുശ്ശളയുടെ ഭർത്താവായ ജയദ്രഥൻ ഒക്കെ യുദ്ധഭൂമിയിലാണ്. ഇവർക്കൊക്കെ എന്ത് സംഭവിക്കുന്ന അറിയാനുള്ള ആകാംക്ഷ എന്തായാലും ധൃതരാഷ്ട്രർക്കുണ്ട്. അദ്ദേഹത്തിന് യുദ്ധഭൂമിയിൽ ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ടായാലും അല്ലെങ്കിൽ ഒന്നും അദ്ദേഹത്തിന് യുദ്ധഭൂമിയിൽ പ്രവേശിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ധൃതരാഷ്ട്രര് അടുത്തേക്ക് വ്യാസൻ എത്തുന്നുണ്ട്. ധൃതരാഷ്ട്ര പിതാവായ വ്യാസനോട് ധൃതരാഷ്ട്ര തനിക്ക് യുദ്ധം കാണുവാൻ ആഗ്രഹമുണ്ട് എന്ന് അറിയിച്ചപ്പോൾ അദ്ദേഹം സഞ്ജയൻ എന്ന ഈ സജീവൻ, ഈ മന്ത്രിക്ക് ഒരു കഴിവ് കൊടുക്കുകയാണ്, ഒരു 6ാം ഇന്ദ്രിയത്തിൻ്റെ കഴിവ് എന്ന് പറഞ്ഞാൽ യുദ്ധഭൂമിയിൽ, കുരുക്ഷേത്ര യുദ്ധഭൂമിയുടെ മുക്കിന് മൂലയിൽ എവിടെയായാലും എന്ത് നടക്കുമ്പോഴും അതാത് സമയം തൻ്റെ ദിവ്യദൃഷ്ടിയിൽ സഞ്ജയനെ കാണാൻ പറ്റും. ഹസ്തനപുരിയിൽ ഇരുന്നുകൊണ്ട് അവിടെ നിന്നും സഞ്ജയൻ അത് കണ്ട് അപ്പം തന്നെ ധൃതരാഷ്ട്രർക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. ധൃതരാഷ്ട്രോട് ഈ സഞ്ജയൻ കഥ മുഴുവൻ ഓരോ ദിവസവും ഓരോ നിമിഷവും യുദ്ധഭൂമിയിൽ നടക്കുന്ന കാര്യം, കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നടക്കുന്ന കാര്യം ധൃതരാഷ്ട്രർക്ക് സഞ്ജയൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ദുര്യോധനൻ വീണ് കിടക്കുന്നതും സഞ്ജയൻ അറിയാം. അതുകൊണ്ടാണ് സഞ്ജയൻ അവസാനമായിട്ട് അദ്ദേഹത്തെ കാണാൻ അങ്ങോട്ട് വരുന്നത്. ദുര്യോധനൻ പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ട്, കണ്ണുകളിൽ കോപാശ്രു നിറച്ചുകൊണ്ട്, കണ്ണുകളിൽ പല രീതിയിൽ അശ്രു വരാം. അശ്രു എന്ന് പറഞ്ഞാൽ കണ്ണുനീർ. നമുക്കൊക്കെ കണ്ണുനീര് വരിക സങ്കടം വരുമ്പോഴാണ്, അല്ലെ? ചിലപ്പോൾ സന്തോഷം വരുമ്പോഴും വരും. അതിനാണ് പറയുന്നത് ആനന്ദാശ്രു. മറ്റേത് ദുഃഖാശ്രു, അല്ലെങ്കിൽ സന്തോഷാശ്രു, ആനന്ദാശ്രു എന്ന് വെച്ചാൽ പറഞ്ഞാൽ സന്തോഷം കൊണ്ടുവരുന്നത്. കോപാശ്രു, ദുര്യോധന്റെ കണ്ണിൽ കണ്ണീരുണ്ട്. അത് സന്തോഷത്തിൽ നിന്നോ ദുഃഖത്തിൽ നിന്നോ ഉണ്ടായതല്ല, പിന്നെയോ കോപം കൊണ്ട്, ദേഷ്യം കൊണ്ടുണ്ടായതാണത്. കോപാശ്രു നിറഞ്ഞുകൊണ്ട്, കൈ നിലത്തിട്ടുരച്ചുകൊണ്ട്, മുടി ചിന്നുമാറ് തലയാട്ടിക്കൊണ്ടും പല്ലിറുമ്മിക്കൊണ്ടും പറഞ്ഞു. ആ ഒരു ദേഷ്യം നമുക്ക് ഈ വരികളിൽ കാണാം. ഭീഷ്മർ, കർണൻ, ദ്രോണർ മുതലായവരൊക്കെയുണ്ടായിരുന്നിട്ടും 11 അക്ഷൗഹിണി പടയുണ്ടായിരുന്നിട്ടും ഞാൻ ഈ നിലയിലായി. കാലത്തെ ആർക്കും കവച്ചു വയ്ക്കരുതല്ലോ എന്ന് പറഞ്ഞാൽ തൻ്റെ വിധി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭീഷ്മർ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ആയുധ വിദ്യയിൽ ഏറ്റവും മികച്ചവനായ പരശുരാമന്റെ അരുമ ശിഷ്യനായിരുന്നു ഭീഷ്മർ. ആ പരശുരാമനെ വരെ തോൽപ്പിച്ച ഭീഷ്മർ. പക്ഷെ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് തന്നെ ദുര്യോധനൻ സൈന്യാധിപനായിട്ട്, കൗരവ സൈന്യത്തിന്റെ അധിപനായിട്ട് നിയോഗിക്കുമ്പോൾ ഭീഷ്മർ ഒരു വാക്ക് പറയുന്നുണ്ട്. പാണ്ഡവർ 5 പേരും എൻ്റെ പേരക്കുട്ടികളാണ്. അതുകൊണ്ട് അവരെ ഞാൻ ഒരിക്കലും വധിക്കുകയില്ല. അവരെ ഞാൻ തടഞ്ഞു നിർത്തിത്തരാം. അവരെ വധിക്കുന്നത് നിനക്കോ കർണനോ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ
ഒരിക്കലും പാണ്ഡവരെ ഞാൻ വധിക്കുന്നതല്ല, അവരെ തടഞ്ഞു നിർത്തിത്തരാം എന്നാണ് ഭീഷ്മര് ദുര്യോധനോട് പറയുന്നത്. ദ്രോണരാണെങ്കിൽ ആയുധവിദ്യയിലെ അഗ്രഗണ്യൻ, അസ്ത്രവിദ്യയിൽ ദ്രോണരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും. ദ്രോണരുടെ കൈവശമുള്ള ബ്രഹ്മാസ്ത്രം ആകെ ദ്രോണരെ പഠിപ്പിച്ചത് കൊടുത്തത് അർജുനനും തൻ്റെ പ്രിയപുത്രനായ അശ്വത്ഥമാവനും മാത്രമാണ്. ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ കഴിയുമെന്നാണ്. അപ്പോൾ അത്രത്തോളം കഴിവുള്ളവനായ ദ്രോണർ. പിന്നെ കർണൻ എന്ന് പറഞ്ഞാൽ ഭീഷ്മരെ പോലെ തന്നെ പരശുരാമന്റെ പ്രിയ ശിഷ്യനായിരുന്നു കർണൻ. പക്ഷെ അവിടെ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് എനിക്ക് പറയാനുണ്ട്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു പാരഗ്രാഫ് കഴിഞ്ഞിട്ട് ഞാനത് പറയാം. കാലത്തെ ആർക്കും കവച്ചു വെക്കരുതല്ലോ എന്ന് വെച്ചാൽ ദൈവവിധിയൊന്നുണ്ട്, കാലം അല്ലെങ്കിൽ ഒരു നിയോഗമുണ്ട്. ആ നിയോഗത്തെ ഒരിക്കലും ആർക്കും കവച്ചു വയ്ക്കുക, മറികടക്കാൻ പറ്റില്ല. നമ്മുടെ വിധിയെ നമുക്കൊരിക്കലും മറികടക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഇത്തിരി മാറ്റി വയ്ക്കാൻ പറ്റിയേക്കാം, പക്ഷെ ഒരിക്കലും മറികടക്കാൻ പറ്റില്ല. ഇനി എൻ്റെ പക്ഷത്തിൽ ബാക്കിയുള്ളവരോട് പറയണം, എൻ്റെ പക്ഷം, എൻ്റെ ഭാഗം. എനിക്കൊപ്പം കുറേ പേരുണ്ടായിരുന്നല്ലോ, അവരിൽ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവരോട് പറയണം, ഭീമൻ മുറ തെറ്റിച്ചാണ് എന്നെ വീഴ്ത്തിയതെന്ന്. മുറ എന്ന് പറഞ്ഞാൽ നിയമം, മുറ നിയമം. ആ നിയമം തെറ്റിച്ചാണ് ഭീമൻ എന്നെ വീഴ്ത്തിയത്. ഇതൊന്നു മാത്രമല്ല, പല കടും കൈകളും പാണ്ഡവർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കള്ളത്തരങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അവർ അവയെ ചൊല്ലി സജ്ജനങ്ങൾക്കിടയിൽ നിർവേദം കൊള്ളും. സജ്ജനങ്ങൾ, നല്ല ആളുകൾ, തലയുടെ സത്ത് അധികം ജനമാണ് സജ്ജനം. നല്ല ആളുകൾക്കുള്ളിൽ അവർ ലജ്ജിതരാകും. നിർവേദം കൊള്ളുന്ന പറഞ്ഞാൽ അവർ അപമാനിതരാകും. അതിന് കാരണം അവർ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടാണ് ഈ വിജയം നേടിയത്. അധർമ്മം കൊണ്ട് ജയിച്ചിട്ട് ആർക്ക് സന്തോഷിപ്പാൻ കഴിയും? കോപ്പി അടിച്ച് പരീക്ഷ പാസ്സായാലും നമുക്ക് എന്തെങ്കിലും സമാധാനം ഉണ്ടാവുമോ? അതുതന്നെയാണ് അന്നത്തെ യുദ്ധനീതിയും. അതുതന്നെയാണ് അധർമ്മം. കള്ളത്തരത്തിലൂടെ ജയിച്ചിട്ട് ഒരു കാര്യമില്ല. ആരവരെ അനുമോദിക്കും? ആരാണ് അവരെ പ്രശംസിക്കുക? തുട ചതഞ്ഞു വീണ എൻ്റെ തലയിൽ ഭീമൻ ചവിട്ടിയതിൽ കവിഞ്ഞ ഒരത്ഭുതമുണ്ടോ? ആദ്യം തന്നെ പറയുന്നുണ്ട്, മുറിവേറ്റ് വീണവനെ വീണ്ടും ആക്രമിക്കാൻ പാടില്ല. അങ്ങനെ തുടക്ക് താഴെ, ദ്വന്ദ്വയുദ്ധത്തിൽ തുടക്ക് താഴെ യുദ്ധം അടിക്കാനേ പാടില്ല. അങ്ങനെ മുറ തെറ്റിച്ചാണ് എൻ്റെ തുടയിലടിച്ച് അവൻ വീഴ്ത്തിയത്. ആ വീണ് കിടക്കുന്ന എൻ്റെ തള്ളിയിൽ അവൻ ചവിട്ടി. അതിനോളം വലിയ അപമാനമുണ്ടോ? അതിനോളം വലിയ തെറ്റുണ്ടോ? ഒരത്ഭുതമുണ്ടോ? ബന്ധുക്കളുടെ ഇടയിൽ പ്രതാപത്തോടും ശ്രീയോടും കൂടിയിരിക്കുന്ന ഒരുവനോടാണ് ഒരാൾ ഇത് ചെയ്തതെങ്കിൽ ബഹുമാനിക്കാമായിരുന്നു. കാരണം പാണ്ഡവര് അപമാനിതരായി ഹസ്തിനപുരിയിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ചുറ്റും എൻ്റെ ബന്ധുക്കളും എല്ലാവരും ഉണ്ട്. അങ്ങനെ വളരെ ധാർഷ്ട്യത്തോടെ ഇരിക്കുന്ന എന്നോടാണ് അവൻ ചെയ്തതെങ്കിൽ അവനെ നമുക്ക് ബഹുമാനിക്കാമായിരുന്നു. ഇതെനിക്ക് ചുറ്റുമുള്ള എല്ലാവരും മൺമറഞ്ഞിട്ടും അങ്ങനെ താഴെ വീണ് കിടക്കുന്ന എൻ്റെ തലയിൽ അവൻ ചവിട്ടിയത്, അതിനോളം നെറികേട് മറ്റെന്താണുള്ളത്? സ്ത്രീയോടും കൂടി, സ്ത്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, ഒരുവനോടാണ് ഒരാൾ ഇത് ചെയ്തതെങ്കിൽ ബഹുമാനിക്കാമായിരുന്നു. എൻ്റെ അച്ഛനമ്മമാർ ദുഃഖിക്കുമ്പോൾ യുദ്ധധർമ്മം അറിയുന്ന അവരോടു ഞാൻ പറഞ്ഞതായി പറയണം. ഞാൻ യജ്ഞം ചെയ്തു. ഞാൻ ചെയ്തതൊരു യാഗം തന്നെയാണ്. എന്ന് വെച്ചാൽ ഈ യുദ്ധത്തിനല്ല, ഒരുപാട് യാഗങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഹസ്തിനപുരിയിലെ രാജാവായിരിക്കുമ്പോൾ ഒരുപടി യാഗങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ യജ്ഞം ചെയ്തു. ഭരിക്കേണ്ടവരെ ഭരിച്ചു. എനിക്ക് ഒരുപാട് സാമന്ത രാജാക്കന്മാരുണ്ടായിരുന്നു. ഹസ്തിനപുരിയുടെ അധീനതയിൽ ഒരുപാട് രാജ്യങ്ങൾ കീഴടക്കി ആ രാജാക്കന്മാരൊക്കെ എനിക്ക് നികുതി തരുന്നവരായി, കപ്പം തരുന്നവരായിട്ടുണ്ടായിരുന്നു. ശത്രുക്കളുടെ ഭൂമി അടക്കി വാണു. ശത്രുക്കളുടെ തലയിൽ കാൽ വെച്ചു. ആർക്കുള്ളൂ എൻ്റേതിനേക്കാൾ നല്ല ഒരു അവസാനം? ഇത്രയും വീരനായ എന്നേക്കാൾ വലിയ ഒരു ഇത് ആർക്കാണുള്ളത്? മറ്റാർക്കും ഇല്ല. ശത്രുക്കളുടെ തലയിൽ കാൽ വെച്ചു. ആർക്കുള്ളൂ എൻ്റേതിനേക്കാൾ നല്ല അവസാനം? പ്രധാനരായ രാജാക്കളുടെ മേൽക്കോയ്മ നടത്തി. ഒരുപാട് വലിയ ആൾക്കാരാന്ന് വിചാരിച്ച രാജാക്കന്മാരെയൊക്കെ ഞാൻ എൻ്റെ അധീനതയിൽ കൊണ്ടുവന്നു. സുദുർലഭമായ മാനം നേടി. ദുർലഭം എന്ന് പറഞ്ഞാൽ തന്നെ ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളത്. ദുർലഭം ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ സുദുർലഭമായ
സുദുർലഭമായ മാനം നേടി. അങ്ങനെയുള്ള അഭിമാനം വരെ ഞാൻ നേടി. ലക്ഷണമൊത്ത കുതിരകളിൽ യാത്ര ചെയ്തു. ആർക്കുള്ളൂ എന്റേതിനേക്കാൾ നല്ല അവസാനം? എന്നേക്കാൾ നല്ല അവസാനം ആർക്ക് കിട്ടാനാണ്? ഭാഗ്യവശാൽ ഞാൻ ശത്രുക്കൾക്ക് കീഴടങ്ങിയിട്ടില്ല. ഞാൻ ആർക്കും കീഴടങ്ങിയിട്ടില്ല. ഞാൻ ഒരിക്കലും നേർക്കുനേരെ യുദ്ധം ചെയ്തിട്ടല്ല അവരെന്നെ തോൽപ്പിച്ചത്. എൻ്റെ വിപുലമായ ഐശ്വര്യം ഞാൻ മരിച്ചിട്ടാണ് അന്യനിലേക്ക് ചെല്ലുന്നത്. കാരണം എന്നെ തോറ്റ് പിടിച്ച് കെട്ടി കൊണ്ടുപോയിട്ട് എൻ്റെ രാജ്യം അവർക്ക് വീണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല. യുദ്ധത്തിൽ എന്നെ പരാജയപ്പെടുത്തൽ, എന്നെ ചതിച്ച് കൊന്നിട്ടാണ് അവരെൻ്റെ രാജ്യം കൊണ്ടുപോകുന്നത്. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നേട്ടം. ഉറങ്ങുമ്പോഴോ ഓർക്കാപ്പുറത്തോ കൊല്ലും പോലെയാണ്, വിഷം തന്ന് കൊല്ലും പോലെയാണ് എന്നെ കൊന്നത്. എന്ന് വെച്ചാൽ ഒരു യോദ്ധാവിനോട് നേരിട്ട് പോരാടി വധിക്കുന്നതിൻ്റെ ഒരു നന്മയും എന്നെ കൊന്നതിലൂടെ അവർക്ക് കിട്ടാനില്ല. അശ്വത്ഥാമാവിനോടും കൃതവർമാവിനോടും കൃപരോടും പറയണം. അവര് 3 ആൾക്കാരാണ് പിന്നീട് ജീവിച്ചിരിക്കുന്നത്. അവരാണ് നിങ്ങളുടെ ഈ പാഠത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. കൃതവർമാവിനോടും കൃപരോടും പറയണം, നിങ്ങൾ പലതവണ അധർമ്മം ചെയ്ത പാണ്ഡവരെ വിശ്വസിച്ചു പോകരുതേ എന്ന്. കാരണം ദുര്യോധനൻ വീണ് കഴിയുമ്പോൾ രാജ്യം തീർച്ചയായും പാണ്ഡവരുടെ അധീനതയിലാവും. അപ്പൊ ബാക്കി വന്നവർ മുഴുവൻ അത് അങ്ങനെ തന്നെയാണ്, ആ പതിവ് അങ്ങനെ തന്നെയാണ്, അവര് പാണ്ഡവരുടെ കീഴിലാവും. പക്ഷെ അവിടെ വെച്ചും ദുര്യോധനൻ ആലോചിക്കുന്നത് തനിക്കേറെ പ്രിയപ്പെട്ടവർ ഇവരെ കുറിച്ചാണ്. അശ്വത്ഥമാവ്, കൃപർ, കൃതവർമാവ്, ഇവരോട് 3 ആളോടും ഇവരെ വിശ്വസിക്കരുത് എന്ന് പറയണം. തുടർന്ന് ദുര്യോധനൻ ആളുകളോടായി പറഞ്ഞു, കൂടി നിൽക്കുന്നവരോടായി പറയുകയാണ്. ചുറ്റും അദ്ദേഹത്തെ ആരാധിക്കുന്നവരുണ്ടല്ലോ. ഞാൻ എനിക്ക് വേണ്ടി മരിച്ചവരുടെ ഒപ്പം എത്താൻ വെമ്പുകയാണ്. അപ്പോഴും അദ്ദേഹത്തിന്റെ ചിന്ത തനിക്ക് വേണ്ടി മരിച്ചവരെ കുറിച്ചാണ്, തൻ്റെ പ്രിയപ്പെട്ടവരെ കുറിച്ചാണ്. അപ്പോഴും അദ്ദേഹം തൻ്റെ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ അവരെ പറ്റിയൊന്നുമല്ല, തനിക്ക് വേണ്ടി മരിച്ചവരെ കുറിച്ച് ഒപ്പമെത്താൻ വെമ്പുകയാണ്, തിടുക്കപ്പെടുകയാണ്. എൻ്റെ സഹോദരി ദുശ്ശള, ഒന്ന് ആലോചിച്ച് നോക്കൂ. 100 സഹോദരന്മാർക്കും 5 പാണ്ഡവ സഹോദരന്മാർക്കും കൂടിയുള്ള ഏക സഹോദരിയാണ് ദുശ്ശള. എൻ്റെ സഹോദരി ദുശ്ശള അവളുടെ ഭർത്താവും സഹോദരന്മാരും മരിച്ചത് കേട്ട് കരഞ്ഞ് എന്താവുമോ ആവോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. തുട ചതഞ്ഞ് അരഞ്ഞ് തൻ്റെ 99 സഹോദരങ്ങളും കർണൻ, തനിക്ക് സഹോദരന് തുല്യനായ കർണൻ, തനിക്ക് ഏറെ പ്രിയപ്പെട്ട ശകുനി അമ്മാവൻ, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ മക്കൾ എല്ലാവരും മരിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ദുര്യോധനൻ ആലോചിക്കുന്നത് തനിക്കേറെ പ്രിയങ്കരിയായ ദുശ്ശള, തൻ്റെ ഏക സഹോദരിയായ ദുശ്ശളയുടെ സങ്കടമാണ്. അവരുടെ മക്കളുടെയും ഭാര്യമാരോട് കൂടി എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെ കഴിഞ്ഞു കൂടുമോ ആവോ? തീർച്ചയായും ലക്ഷണന്റെ അമ്മ, ലക്ഷ്മണനല്ല കേട്ടോ, ലക്ഷണൻ എന്ന് പറഞ്ഞാൽ ദുര്യോധനന്റെ മകനാണ്. ലക്ഷണന്റെ അമ്മ ഭർത്താവും മകനും മരിച്ചതിനാൽ പെട്ടെന്ന് മരിച്ചു പോകും. തൻ്റെ പ്രിയ പത്നിയുടെ തന്നോടുള്ള പ്രണയത്തെക്കുറിച്ച് അല്ലെങ്കിൽ തന്നോടുള്ള പ്രിയത്തെക്കുറിച്ചാണ് ദുര്യോധനൻ ഇവിടെ ചിന്തിക്കുന്നത്. എനിക്ക് ശേഷം അവൾക്ക് പിന്നീട് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല എന്ന് ദുര്യോധനന് നിശ്ചയമായിട്ടും അറിയാം. പുണ്യവും ത്രൈലോക്യ പ്രസിദ്ധവുമായ സമന്ത പഞ്ചകത്തിൽ കിടന്ന് മരിക്കുകയാൽ ഞാൻ ശാശ്വത ലോകങ്ങൾ നേടും. ശാശ്വതം, ഒരിക്കലും നശിക്കാത്ത, അത് നമ്മളെ വിശ്വാസപ്രകാരം സ്വർഗമാണ്. പുണ്യപ്രവൃത്തി ചെയ്യുന്നവർക്കുള്ള സ്ഥലം എന്നാണ് നമ്മൾ സ്വർഗം എന്ന് വിശ്വസിക്കപ്പെടുന്നത്. മരിച്ച് പരലോകത്ത് ചെല്ലുമ്പോൾ സ്വർഗപ്രാപ്തി ഉണ്ടാവുന്നത് പുണ്യങ്ങൾ ചെയ്യുന്നവർക്കാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ താൻ ഇത്രയും കാലം ചെയ്തത് പുണ്യപ്രവൃത്തിയാണെന്നും പിന്നെ ഈ പരശുരാമന്റെ അധീനതയുള്ള സ്ഥലമാണ് ഈ സമന്ത പഞ്ചകം. ആ സമന്ത പഞ്ചകത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ കിടന്ന് മരിക്കുന്നവർ തീർച്ചയായും സ്വർഗത്തിലെത്തുന്നുള്ളൊരു വിശ്വാസം. കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നത് അവിടെ വെച്ചാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ താൻ തീർച്ചയായും സ്വർഗലോകത്തിൽ തന്നെ എത്തും. അവിടെ നിന്ന് തനിക്ക് പ്രിയപ്പെട്ടവരെയൊക്കെ തനിക്ക് കാണാൻ പറ്റും എന്ന് ദുര്യോധനൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും മതി.